ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെ കോഴിക്കോടിൻ്റെ സ്വന്തം മിഠായി തെരുവിലാണ്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു മാർക്കറ്റ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വരാൻ ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങൾ തന്നെയാണ് കേട്ടോ. മിഠായി തെരുവിന് SM സ്ട്രീറ്റ് എന്നൊരു പേര് കൂടിയുണ്ട്. കയറി വരുമ്പോൾ തന്നെ തെരുവിൻ്റെ കഥ എന്നെഴുതിയ ഒരു ഫലകവും മിഠായി തെരുവിലെ SK പൊറ്റക്കാടിൻ്റെ പ്രതിമയുമെല്ലാം കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. ഒരു വശത്ത് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒരു ഭാഗത്ത് SK പൊറ്റക്കാടിൻ്റെ ഓരോ കഥാപാത്രങ്ങളുടെയും ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. മിഠായി തെരുവിൽ തിരക്ക് നോക്കിയേ, 7 മണി സമയത്ത് തിരക്കാണ് കേട്ടോ. ഇത് അതൊരു ഇട ദിവസമാണ്, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ആ പെരുന്നാൾ സമയത്തൊക്കെ എന്തായിരിക്കുമല്ലേ ഇവിടുത്തെ അവസ്ഥ. തെരുവിൻ്റെ ഇരുവശങ്ങളും ഹൽവാക്കടകൾ കൊണ്ടും തുണിക്കച്ചവടങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. തെരുവും തെരുവിനെ മുറിച്ചു പോകുന്ന പാതകളും കോഴിക്കോടിലെ ഏറ്റവും തിരക്കുള്ള കച്ചവട സ്ഥലങ്ങളുമാണിത്. വളരെ പഴക്കമുള്ള ബേക്കറികൾ ഈ തെരുവിലുണ്ട്. ഇവിടെ ലഭിക്കുന്ന കോഴിക്കോടൻ ഹൽവയും നേന്ത്രക്ക ഉപ്പേരിയും പ്രശസ്തമാണ്. കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനശാലകൾ ഉള്ള സ്ഥലമാണ് SM സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ്. ഹൽവയും മിഠായികളും വിൽക്കുന്ന കടകളായിരുന്നു മുമ്പെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ഇതൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് തുണിക്കച്ചവടവും ബാഗ് കച്ചവടവും ചെരുപ്പ് കച്ചവടവും ഒക്കെയാണ്. ഖാദി എംപോറിയവും മിഠായി തെരുവിലാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ഖാദി എംപോറിയങ്ങളിൽ ഒന്നാണിത്. വിവിധ ഇനങ്ങളിൽപ്പെട്ട ഒട്ടേറെ വിഭവങ്ങൾ മിഠായി തെരുവിൽ വിപണനം ചെയ്യപ്പെടുന്നുണ്ട്. കോഴിക്കോടൻ ഹൽവയാണ് ഇവയിൽ പ്രധാനം. മിഠായി തെരുവിന് ഈ പേര് വരാൻ മധുരമാർന്ന ഹൽവ തന്നെയാണ് കാരണമെന്നാണ് പറയപ്പെടുന്നത്. വിദേശ രാജ്യങ്ങൾ പോലും ഫേമസ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ കോഴിക്കോടൻ ഹൽവകൾ. ഈ തെരുവിൻ്റെ പ്രശസ്തിക്ക് പിന്നിൽ കോഴിക്കോടൻ ബിരിയാണിക്കും പങ്കുണ്ട് കേട്ടോ. മിഠായി തെരുവിലെ ഹോട്ടലുകളിലെ സ്വാദിഷ്ടമായ ബിരിയാണി കഴിക്കാൻ പണ്ട് കാലം മുതൽ നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരുന്നത്. ആ പതിവ് ഇന്നും തുടരുന്നുണ്ട്. മലബാർ ചിപ്സ് എന്നറിയപ്പെട്ടിരുന്ന വറുത്ത കായാണ് മറ്റൊരു വിഭവം. ഉപ്പേരി വറുക്കുന്ന 100 കണക്കിന് കടകൾ തന്നെ ഇവിടെ നമുക്ക് കാണാം. ജീൻസിൻ്റെ കടയാണെന്ന് തോന്നുന്നു കേട്ടോ. ബംഗാളി പിള്ളേർ എല്ലാവരും ഉണ്ട് ഇവിടെ. ഈ ഏരിയ ഫുള്ള് ഫുട്പാത്താണ് കേട്ടോ. ഇതുണ്ട് അവിടുത്തെ കളക്ഷൻ ഈ ഒരു കടയിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനം ഉണ്ട് അവരുടെ കയ്യിൽ. വെറൈറ്റി ടോപ്പുകൾ നോക്കിയോ, ലേഡീസിൻ്റെ ചെറിയ കുർത്തി ടൈപ്പൊക്കെ. പക്ഷെ ചേട്ടൻ വെറുതെ ഇരിക്കുകയാണ്. ചെറിയ പിള്ളേരാണ് കേട്ടോ ഈ വർത്താനൊക്കെ പറഞ്ഞത്.
ഒരു ജ്യൂസ് കട നോക്കിയാൽ എന്ത് ഭംഗിയിലാണ് വിധാനിച്ചിരിക്കുന്നത് അല്ലേ? ആ ഓറഞ്ചൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ. മിഠായി തെരുവെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പകല് നല്ല ഉച്ച സമയത്ത് വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഈ സന്ധ്യ സമയത്തും ഈ രാത്രി സമയങ്ങളിലൊക്കെയാണ്. ആളുകളൊക്കെ ഒരുപക്ഷെ ഈ സമയത്തൊക്കെ കുറവായിരിക്കാം, എങ്കിൽ പോലും ഇതുവഴി നടക്കുമ്പോഴുള്ള ഒരു സുഖം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബാണ്, ഒരു ആംബിയൻസ് ആണ്. കഴിച്ചു നോക്കി, പുതിയ വെറൈറ്റി.